ഹായ് ഇസ് മീ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യൂ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്നുള്ള വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പം ലൈവാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവ്. ബൈ. പോക്സ് മലപ്പുറം, മങ്കി പോക്സ് മലപ്പുറത്ത് വീണ്ടും ഇതാ നിപ്പയുടെ പിന്നാലെ മങ്കി പോക്സും സ്ഥിരീകരിച്ചിരിക്കുകയാണ്. UAE-യിൽ നിന്ന് മലപ്പുറത്തേക്ക് വന്ന UAE ജോലി ചെയ്തുകൊണ്ടിരുന്ന 38 വയസ്സുകാരനായ ചെറുപ്പക്കാരനിലാണ് പോക്സ് കണ്ടെത്തിയത്. അദ്ദേഹം മലപ്പുറത്ത് വന്ന് എടവണ്ണ സ്വദേശിയാണ് അദ്ദേഹം. ഇപ്പോഴദ്ദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുകയാണ്. അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് പോക്സ് സ്ഥിരീകരിച്ചത്, മങ്കി പോക്സ്. അപ്പോൾ നിപ്പയ്ക്ക് പുറമെ ഇപ്പോഴത്തെ മലപ്പുറത്ത് മങ്കി പോക്സും സ്ഥിരീകരിച്ചിരിക്കുന്നു. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾക്ക് മങ്കി പോക്സ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഈ 38കാരനുമായിട്ട് സമ്പർക്കം പുലർത്തിയ 23 പേരുടെ പട്ടിക പുറത്തുവിട്ടിട്ടുണ്ട്. 23 പേരെയും ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. അങ്ങനെ മലപ്പുറത്ത് വീണ്ടും പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നിപ്പയ്ക്ക് പിന്നാലെ ഇപ്പോൾ മങ്കി പോക്സിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത് പനി, ചുമ, തൊണ്ടവേദന, കുമിളകൾ രൂപപ്പെടുന്നത്, അതായത് ചിക്കൻ പോക്സിന് സാദൃശ്യമായ കുമിളകൾ, അതുപോലെയുള്ള കുമിളകൾ രൂപപ്പെടുന്നത്, പിന്നെ ലിംഫ് നോഡുകൾ അത് വീർത്തു വരുന്നത്, തൊണ്ടവേദന, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെന്ന് പറയുന്നത്. അതായത് എക്സ്പ്ലോഷർ നടന്ന് ഏകദേശം 3 തൊട്ട് 17 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുവാൻ തുടങ്ങും. രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ട് 2 മുതൽ 4 ആഴ്ച വരെ ഇതിങ്ങനെ ശരീരത്തിൽ നീണ്ടു നിൽക്കും എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. അതോടൊപ്പം വിദേശത്ത് നിന്നും നാട്ടിലേക്ക് വരുന്നവർ രോഗലക്ഷണങ്ങളുള്ളവരാണെങ്കിൽ ചികിത്സ തേടണമെന്നും ആരോഗ്യ വിദഗ്ധരെ സമീപിക്കണമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും സംസ്ഥാനം ഇങ്ങനെ, അതായത് ഒരേ ജില്ലയിൽ മലപ്പുറത്ത് തന്നെ ഇതെല്ലാം ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഓരോന്നോരോന്ന് സ്ഥിരീകരിക്കുന്നു. ഏതായാലും കേരളം ഒരു ജാഗ്രതയിലാണെന്ന് പറയാം. ഏതായാലും വീണ്ടും ഈ നിരീക്ഷണം അല്ലെങ്കിൽ സമ്പർക്ക പട്ടിക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് കൊറോണ കാലമാണ്. മങ്കി പോക്സ് ഇത് ആദ്യമായിട്ട് കണ്ടെത്തിയത് 1970-ലാണ് ഈ മങ്കി പോക്സ് കണ്ടെത്തിയത്. ഇത് പകരുന്നതെന്ന് വെച്ചാൽ മങ്കി പോക്സ് അല്ലെങ്കിൽ ഇത് ബാധിച്ച മൃഗങ്ങളുടെ മാംസം ഭക്ഷിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും. അതോടൊപ്പം ഈ അസുഖമുള്ളവരുമായിട്ട് സെക്സിൽ ഏർപ്പെട്ടാലും അത് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും. അങ്ങനെയൊക്കെയാണ് ഇത് പകരുന്നത്. മങ്കി പോക്സ് അതായത് ഓർത്തോപോക്സ് വിഭാഗത്തിലെ സുനോട്ടിക് വൈറസാണ് ഇത് പരത്തുന്നത്. ഈ വൈറസ് തന്നെയാണ് വസൂരിയും പരത്തുന്നത്. വസൂരിയും പരത്തിയത് ഈ വൈറസ് തന്നെയാണ്. ഓർത്തോപോക്സ് വിഭാഗത്തിൽപ്പെട്ട സുനോട്ടിക് വൈറസാണ് ഇത് പരത്തുന്നത്. ഇത് ആദ്യമായിട്ട് കണ്ടെത്തിയത് 1970 ആഫ്രിക്കയിലാണ് ഇത് ആദ്യമായിട്ട് കണ്ടെത്തിയത്, മങ്കി പോക്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.